ഹലോ ആര്യക്കുട്ടി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സോയ ചങ്ക്സ് ഫ്രൈ ആണ്. സോയ ചങ്ക്സ് കോക്കനട്ട് മിൽക്ക് ഫ്രൈ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് കടുക് പൊട്ടിക്കണം. എന്നിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില ഇടുക. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് നന്നായിട്ട് മണം വരുന്ന വരെ നന്നായിട്ടിട്ട് വഴറ്റണം. എന്നിട്ട് നമ്മൾ ഒരു സവാള ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്ത് ക്രഷ് ചെയ്തെടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഈ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞ് നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല, നമ്മളിവിടെ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നില്ല, ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പൊടിയുടെ ആ ഒരു പച്ച മണം മാറിയതിന് ശേഷം നമ്മൾ ഈ സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് സോയ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കണം. സോയ ചങ്ക്സ് നമ്മൾ ചെറിയ സോയ ചങ്ക്സ് കേട്ടോ ആഡ് ചെയ്യുന്നത്, കുഞ്ഞു സോയ ചങ്ക്സ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞു സോയ ചങ്ക്സ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടാനൊക്കെ വളരെ എളുപ്പമാണ്. ടേസ്റ്റും ഇതിനാണ് കൂടുതൽ. മറ്റത് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ഈ ചെറുതിനെന്തോ എനിക്കിങ്ങനെ സോയ ചങ്ക്സ് ഫ്രൈ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ എടുത്തത്. നിങ്ങളുടെ കയ്യിൽ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ സോയ ചങ്ക്സ് തന്നെ എടുത്തിട്ട് കുഞ്ഞു പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സോയ ചങ്ക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം 1/2 കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കളർ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ, ഒരു ഹാഫ് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഞാൻ പിന്നെ ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഒരു 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു കളർ വരും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം അവസാനം നമ്മൾ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിടുക. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, ഞാൻ ഉപ്പിട്ടാണ് ഇത് വേവിച്ചെടുത്തത് സോയ ചങ്ക്സ്. ഉപ്പിട്ട് വേവിച്ച് പിഴിഞ്ഞെടുത്ത സോയ ചങ്ക്സ് കേട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് ഫ്രൈ ആയി കിട്ടാൻ കേട്ടോ. മറ്റേ പാത്രമാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്ത് കിട്ടി. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഫ്രൈ ആയിട്ട് വന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെയോ കൂടെയോ ഒക്കെ നല്ല ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോൾ ആ ഒരു എരിവും ആ ഒരു ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുമ്പോൾ ഒരു പുളിയും എല്ലാം നല്ല ബാലൻസ്ഡ് ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.